പുണ്യം നിറഞ്ഞ ബറാഅത്ത് രാവിലെ നിങ്ങൾക്ക് ഈ നിസ്കാരമൊന്ന് നിർവഹിക്കാൻ പറ്റുമോ? 30ഓളം സ്വഹാബത്തുകൾ പഠിപ്പിച്ചു കൊടുത്തൊരു നിസ്കാരം, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടതായി പറയപ്പെടുന്ന നിസ്കാരം. മനസ്സറിഞ്ഞൊന്ന് നിസ്കരിച്ചാൽ 100 മാലാകമാർ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഇറങ്ങി വരും. മാത്രമല്ല, ഒരു കൊല്ലം അപകടങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു നിങ്ങൾക്ക് കാവൽ തരും. ആ നിസ്കാരത്തെക്കുറിച്ച് നമുക്കൊന്ന് പഠിക്കണ്ടേ? വേറെയും കുറേ അത്ഭുതം നിറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാനുണ്ട്. ബറാഅത്ത് അള്ളാഹു നമുക്ക് അനുകൂലമാക്കി തരട്ടെ. 11,000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ബറാഅത്ത് രാവ് കാത്തിരിക്കുകയാണല്ലോ എല്ലാവരും. ഈ ബറാഅത്ത് രാവും അതുപോലുള്ള കാര്യങ്ങളൊക്കെ അല്ലാഹ് നമുക്ക് തരുന്നത് എന്തിനാ? നമ്മുടെ സ്ഥാനം ഉയർത്താൻ വേണ്ടിയിട്ടാണെന്നേ. നമ്മളതിനെയൊക്കെ കൂടുതൽ പരിഗണിച്ചിട്ട് നമ്മളിങ്ങനെ അള്ളാഹുവിലേക്ക് അടുത്തു വരാനായിട്ട് അള്ളാഹ് ഇഷ്ടപ്പെടുകയാണ്. നമ്മൾ പിന്നെ അതിനെ പരിഗണിച്ചില്ലെങ്കിൽ നമ്മളെ പിന്നെ എന്തിനു കൊള്ളാം അല്ലേ? ലൈലത്തുൻ മുബാറക്ക, സൂറത്തു ദുഖാനിൽ അള്ളാഹ് അങ്ങനെയല്ലേ പ്രതിപാദിച്ചത്? ഹാമീം വൽ കിതാബിൽ മുബീൻ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക ഇന്നാ കുന്നാ മുൻദിരീൻ. ലൈലത്തുൻ മുബാറക, ബറക്കത്താക്കപ്പെട്ട രാത്രി. ഏതാണ് ആ രാത്രി? അത് ബറാഅത്ത് രാവാണ്. അതാണ് ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ബലഗന, നമ്മൾക്ക് എത്തിയിട്ടുണ്ട്, നമുക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. അതായത് ഇപ്പം ഞാനൊക്കെ പറയാം എനിക്ക് വിവരം കിട്ടിയെന്ന് പറഞ്ഞാൽ അതിലൊന്നും വലിയ കാര്യം ഉണ്ടാവില്ല. എന്നാൽ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു നമുക്ക് വിവരം കിട്ടിയെന്ന് പറഞ്ഞാൽ 10 ലക്ഷത്തിൽ പരം ഹദീസുകൾ മനഃപ്പാടമുള്ള ആ മഹാന് ഹദീസിൻ്റെയും ഖുർആനിൻ്റെയും അടിസ്ഥാനത്തിൽ വിവരം കിട്ടിയെന്ന് തന്നെയാണ് അർത്ഥം. അങ്ങനെ മനസ്സിലാക്കണം. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു എനിക്ക് വിവരം കിട്ടിയെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഷാഫി ഇമാം അങ്ങനെ ചിന്തിച്ചാൽ നമ്മളെ പിന്നെ എന്തിനു കൊള്ളാം? നമ്മൾ ഇസ്ലാമുമായിട്ട് എന്ത് ബന്ധം? ആ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നത് ചില രാത്രികൾക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്, അതിൽപ്പെട്ടൊരു രാത്രിയാണത്രേ ബറാഅത്ത് രാവ്. അപ്പോൾ ബറാഅത്ത് രാവ് അള്ളാഹ് നമുക്കിതൊക്കെ തന്നത് എന്തിനാ? അള്ളാഹുവിലേക്ക് ദുആ ചെയ്തുകൊണ്ട് അടുക്കാനാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, അലി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസുണ്ട്, ഖൂമു ലൈലഹ വസൂമു നഹറഹ. അതിൻ്റെ പകലിൽ നിങ്ങൾ നോമ്പനുഷ്ഠിക്കണം, അതിൻ്റെ രാത്രിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിസ്കരിക്കണം, ഇബാദത്തുകൾ കൊണ്ട് തന്നെയാക്കണം. അപ്പോൾ പകൽ സമയത്ത് നോമ്പ് വേണം. അപ്പോൾ വരുന്ന തിങ്കളാഴ്ച മഗ്‌രിബിന് ശേഷം നമ്മൾ ആ രാത്രി ബറാഅത്തിൻ്റെ രാവാണ്, നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണം, നിസ്കരിക്കണം. നിസ്കാരം വളരെ ഇമ്പോർട്ടൻ്റാണ്. അതിൻ്റെ പകലിൽ നിങ്ങൾ, അതായത് ചൊവ്വാഴ്ചയുടെ പകലിൽ നിങ്ങൾ നോമ്പനുഷ്ഠിക്കുകയും കൂടെ വേണം. ആ നോമ്പിനൊക്കെ വലിയ പുണ്യമുണ്ട്. അള്ളാഹു നമുക്കതിനൊക്കെ തൗഫീക്ക് ചെയ്യട്ടെ. ഇപ്പോൾ രാത്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് എടുത്തു പറഞ്ഞൊരു കാര്യമാണ് നിസ്കരിക്കണം എന്നുള്ളത്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 5ാം ഖലീഫ എന്നൊക്കെ, ഇസ്ലാമിൻ്റെ 5ാം ഖലീഫ എന്നൊക്കെ അറിയപ്പെടുന്ന വലിയ മഹാനാണ്, പ്രപഞ്ച പരിത്യാഗിയാണ്, അള്ളാഹുവിൻ്റെ വലിയ ഔലിയാക്കളിൽപ്പെട്ട മഹാനാണ്. അപ്പോൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു രാത്രി സമയം ബറാഅത്തിൻ്റെ രാവിലെ നിന്ന് നിസ്കരിക്കാൻ കുറേ നിസ്കരിച്ചു. നിസ്കാരമൊക്കെ കഴിഞ്ഞ് സലാം വീട്ടി കഴിഞ്ഞപ്പോൾ ഉണ്ട് വജദ റുഖഅത്തൻ ഖളറാ. അതെ, അവിടെ ഒരു പച്ച നിറത്തിലുള്ള മനോഹരമായ ഒരു പേപ്പർ നമുക്കിപ്പോൾ പറയാം, അന്ന് പേപ്പറൊന്നുമില്ലല്ലോ. അന്ന് എന്താണോ അവിടെ ഒരു പച്ച നിറത്തിലുള്ള സംഗതി അവിടെ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുകയാണ്. അതിൽ നല്ല പ്രകാശം ഫീൽ ചെയ്യുന്നുണ്ട്. ആ പ്രകാശം ഇങ്ങനെ ആകാശലോകത്തേക്ക് മുട്ടുന്നുണ്ട്. മക്തൂബുൻ ഫിഹ, അതിൽ എഴുതിയിട്ടുണ്ട്. എന്താ എഴുതിയേക്കണേ? ഹാദിഹി ബറാഅത്തും മിനന്നാരി മിനൽ മലിക്കിൽ അസീസി ഇല അബ്ദിഹി ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. ഇത് ബറാഅത്തും മിനന്നാർ, ഇതൊരു മോചനപത്രമാണ്, നരകമോചനപത്രം. ആരിൽ നിന്ന്? അസീസായ നാഥനായ റബ്ബിൽ നിന്ന് അവൻ്റെ അടിമയായ ഉമർ ഇബ്നു അബ്ദുൽ അസീസിലേക്ക് എഴുതുന്ന മോചനപത്രമാണ്. അപ്പോൾ അള്ളാഹു മോചനപത്രം കൊടുത്തത് ഈ പരിശുദ്ധമായ ബറാഅത്തിൻ്റെ രാത്രിയിൽ നിന്ന് നിസ്കരിച്ചത് കൊണ്ടാണ്. മഹാനായ സയ്യിദുന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ഈ രാത്രിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ഫിഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം. അള്ളാഹു റബ്ബുൽ ആലമീൻ കാര്യങ്ങളെയൊക്കെ നിർണയിച്ച രേഖകൾ കൈമാറുന്ന മനോഹരമായ നിമിഷം. ആ സമയത്ത് 2 റക്അത്തെങ്കിലും 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പടച്ചോനെ
എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഹൈറിലാക്കി തരണേ അല്ലാ എന്ന് ദ്വാരക്കേണ്ട നിമിഷം പോത്തുപോലെ കിടന്നുറങ്ങുന്ന മനുഷ്യന്മാരാകാൻ പാടില്ല കേട്ടോ. ഒരുപാട് മഹാന്മാരൊക്കെ ഈ രാവ് ഹയാത്താക്കിയവരാണ്. നമ്മൾ അല്പമെങ്കിലും ഹയാത്താക്കുന്നവരിൽ ഉൾപ്പെടണം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഹദ്ദസനി 30 മിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 30 സ്വഹാബത്ത്, റസൂലുള്ളാഹിൻ്റെ 30 സ്വഹാബത്ത് എന്നോട് പറഞ്ഞൊരു ഹദീസുണ്ട്. അത് ഈ രാത്രിയിൽ 100 റക്അത്ത് നിസ്കരിക്കുന്നതിനെക്കുറിച്ചുള്ള ഹദീസാണ്. ഈ രാത്രിയിൽ 100 റക്അത്ത് നിസ്കരിക്കണം എന്നാണ്. അന്നമൻ സ്വല്ല ഹാദിഹി സ്വല ഫി ഹാദിഹി ലൈല, ഈ ബറാഅത്തിൻ്റെ രാത്രിയിൽ ആരെങ്കിലും ഈ നിസ്കാരം നിർവഹിച്ചാൽ 2 റക്അത്ത് നിസ്കരിക്കുക, സലാം വിട്ട, 2 റക്അത്ത് നിസ്കരിക്കുക, സലാം വിട്ട, അങ്ങനെ 100 റക്അത്ത് ആരെങ്കിലും നിസ്കരിച്ച് കഴിഞ്ഞാൽ അള്ളാഹു 100 മലക്കിനെ പറഞ്ഞയക്കും. എത്ര മലക്കിനെ? 100 മലക്കിനെ. അതിൽ 30 മലക്കുകൾ സ്വർഗം കൊണ്ട് നിങ്ങൾക്ക് സന്തോഷ വർത്തമാനം അറിയിക്കും. സുബ്ഹാനല്ലാഹ്, 30 മലക്കുകൾ നമ്മളോട് പറയാം നിനക്ക് സ്വർഗമുണ്ട് എന്നാണ്. 30 മലക്കുകളോ അടുത്ത 30 മലക്കുകൾ നരകത്തിൽ നിന്ന് നിനക്ക് രക്ഷ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള സന്തോഷ വർത്താനം പറയും. നിനക്ക് നരകത്തിൽ നിന്ന് കാവൽ ലഭിച്ചിട്ടുണ്ട്. പിന്നെ കാണുന്ന 30 മലക്കുകൾ ദുനിയാവിലെ അപകടത്തിൽ നിന്ന് കാവൽ ലഭിച്ച സന്തോഷ വർത്താനം അറിയിക്കുക. അവർ കാവലിന് അള്ളാഹിനോട് ദ്വാരക്കും. നിനക്ക് പിന്നെ ഒരു കൊല്ലം ദുനിയാവിൽ അപകടങ്ങളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് കാവലാണെന്ന്. സുബ്ഹാനല്ലാഹ്. ബാക്കി 10 മലക്കുകൾ പിശാചിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും. പിശാചിനെ തൊടൂല മോനെ, പിശാച് നിന്നെ തൊടൂല, നിന്നെ അതിൽ നിന്നൊക്കെ കാത്ത് സംരക്ഷിക്കാൻ 10 മലക്കുകളുണ്ടാവും. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? 100 റക്അത്ത് നിസ്കരിക്കുക. അതെ, 100 നിസ്കരിക്കാൻ പറ്റുമെന്നാണ്. പറ്റുന്ന ആളുകളൊക്കെ ഉണ്ട്. പിന്നെ ഈ നിസ്കാരത്തെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഇമാം നവവി റളിയല്ലാഹു അൻഹു പോലുള്ളവരൊക്കെ പറഞ്ഞു ഇത് ബിദ്അത്താണ്, മോശമായ ബിദ്അത്താണ്, അതുകൊണ്ട് ഈ നിസ്കാരം നിർവഹിക്കണ്ട എന്ന് പറഞ്ഞവരുണ്ട്. എന്നാൽ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അപ്പോൾ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പോലുള്ളവരൊക്കെ പറഞ്ഞു ഇത് നിസ്കരിക്കുന്നതുകൊണ്ട് വിരോധമല്ല, പക്ഷേ ഇതങ്ങനൊരു പ്രത്യേക നിസ്കാരം ഈ രാത്രിയിൽ കൽപ്പിക്കപ്പെട്ടു എന്നുള്ള നെയ്യത്ത് വേണ്ട. അല്ലാതെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും നിസ്കരിക്കാം. 100 റക്അത്ത് നിസ്കരിക്കാൻ പറ്റിയാൽ അങ്ങനെ. ഈ പ്രതിഫലം അള്ളാഹു കാരുണ്യവാനാണ്. ആ പ്രതിഫലം അവൻ തരുമെന്ന് അള്ളാഹുവിൻ്റെ മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ രാത്രി എന്ന് പറയുന്നത് ഇനിയിപ്പോൾ 100 2 റക്അത്ത് വെച്ച് അങ്ങനെ നിസ്കരിക്കാൻ പറ്റിയാലോ ഓക്കെ. ഇനി അതൊന്നും പറ്റണില്ല, കുറച്ചേ പറ്റുള്ളൂ, അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഈ രാത്രി ഇത് കരയേണ്ട രാത്രിയാണ്. അള്ളാഹിൻ്റെ മുമ്പിൽ പൊട്ടിക്കരയേണ്ട രാത്രിയാണ്. പൊട്ടിക്കരഞ്ഞ് നിസ്കാരത്തിൽ സുജൂദിൽ കിടന്ന് കരയേണ്ട രാത്രിയാണ്. അള്ളാഹു നമ്മിലേക്ക് കാരുണ്യത്തിൻ്റെ കവാടങ്ങൾ തുറന്നു തരുന്ന രാത്രിയാണ്. ഈ രാത്രിയിൽ നിസ്കരിച്ചാൽ അള്ളാഹു അടിമയിലേക്ക് 70 നോട്ടം നോക്കുമെന്നാണ്. 70 നോട്ടം. ഓരോ നോട്ടത്തിലും 70 ആഗ്രഹങ്ങൾ അള്ളാഹു സാധിപ്പിച്ചു തരും. അതിൽ അദ്നാഹ അൽ മഗ്ഫിറ, അതിലേറ്റവും ചെറിയത് എന്താണെന്നറിയോ? മഗ്ഫിറത്താണ്, നിൻ്റെ പാപമോചനാണ്. നിൻ്റെ പാപങ്ങൾ മുഴുവൻ അള്ളാഹു കഴുകിക്കളയും. ഈ രാത്രിയിലൊന്ന് നിസ്കരിച്ചാൽ മതി എന്നാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ചുരുങ്ങിയത് 2 റക്അത്ത് നിസ്കരിക്കുക. ഖളാഉൽ ഹാജത്തിൻ്റെ നിസ്കാരം മതി ഇല്ലേ? എൻ്റെ ആവശ്യപൂർത്തീകരണത്തിന് വേണ്ടി സുന്നത്താക്കപ്പെട്ട 2 റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി നിസ്കരിക്കുന്നു. അൽഹംദുലില്ലാഹ്. എന്നിട്ട് ആ സുജൂദിൽ കിടന്ന് കരയി. നിങ്ങൾക്ക് ചോദിക്കാനുള്ളതൊക്കെ അറബിയിൽ ചോദിക്കും. ഉസ്താദ് ഞങ്ങൾക്ക് അറബി അറിയാൻ പാടില്ല. ശരി, മനസ്സിൻ്റെ അകത്ത് മലയാളത്തിൽ ചോദിക്കാമല്ലോ. മനസ്സ് സുജൂദിൽ കിടന്നങ്ങ് പൊട്ടിക്കറിഞ്ഞോ, മനസ്സിലെല്ലാ സംഗതിയും വന്നോട്ടെ. അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യ്. മനസ്സറിഞ്ഞ് കരഞ്ഞുകൊണ്ട് അള്ളാഹിനോട് പറഞ്ഞാൽ അള്ളാഹു നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും നീക്കിത്തരും. അതുകൊണ്ട് നിസ്കാരത്തിന് വലിയ പ്രത്യേകത ഈ രാത്രിയിലുണ്ട്. ഖൂമൂ ലൈലഹ, ഇതിൻ്റെ രാത്രിയിൽ നിന്ന് നിങ്ങൾ നിസ്കരിക്കണേ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, മൻ അഹിയൽ ലയാലിൽ ഖംസ്, 5 രാത്രികളെ ആരെങ്കിലും ജീവിപ്പിച്ചാൽ, ഹയാത്താക്കിയാൽ, വജബത്ത് ലഹുൽ ജന്ന, അവന് സ്വർഗം നിർബന്ധമായി എന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗം നിർബന്ധമായി കിട്ടുന്നൊന്നുമല്ല, കിട്ടിയെന്നാണ് പറഞ്ഞത്. 1-ാമത്തെ രാത്രി ഏതാ? ലൈലത്തു തർവിയ. ഹജ്ജിന് പോണവരൊക്കെ അത് പരിഗണിക്കും. അത് ദുൽഹജ്ജ് 8-ാമത്തെ രാത്രിയാണ്. പിന്നെയോ 2-ാമത്തെ രാത്രി ലൈലത്തു അറഫ, അറഫയുടെ രാവാണ്. 3-ാമത്തേത് ലൈലത്തു നഹർ, ബലിപെരുന്നാളിൻ്റെ രാത്രിയാണ്. 4-ാമത്തേതോ ചെറിയ പെരുന്നാളിൻ്റെ രാത്രിയാണ്. 5-ാമത്തേത് ലൈലത്തു നിസ്ഫി മിൻ ഷഅബാൻ, ഷഅബാൻ 15ൻ്റെ രാവാണ്, ബറാത്തിൻ്റെ രാവാണ്. അപ്പോൾ ഈ രാത്രി ഹയാത്താക്കിയാൽ, പറ്റുന്നത് പോലെ ഹയാത്താക്കിയാൽ അവർക്ക് സ്വർഗ്ഗുറപ്പാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ആയിഷ ബീവിയുടെ അടുക്കൽ ഇങ്ങനെ കിടക്കുകയാണ്. വർത്താനൊക്കെ പറഞ്ഞിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നബി തങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞപ്പോഴേ, ആയിഷ ബീവിയൊക്കെ ഉറങ്ങിക്കഴിഞ്ഞ് കുറച്ചു നേരം നോക്കുമ്പോഴത്തേക്കും റസൂലുള്ളാഹിനെ കാണാനില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എഴുന്നേറ്റ് പോയി കുറേ സ്ഥലത്തൊക്കെ നോക്കി. ഇനി വേറെ ഭാര്യമാരുടെ അടുത്ത് പോയിട്ടുണ്ടാവും, അങ്ങനെയാണല്ലോ ഒരു തോന്നലുണ്ടാവും. അവിടെ ഒന്നും കാണാനില്ല. നോക്കുമ്പോൾ ജന്നത്തുൽ ബഖീഅയിൽ അവിടെ മറവിട്ട് കിടക്കുന്ന മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ റസൂലുള്ളാഹി പറയുന്നുണ്ട്, ആയിഷ, എൻ്റെ അടുക്കൽ ജിബ്രീൽ വന്നിരുന്നു അലൈഹിസ്സലാം.
ജിബ്രീൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഈ രാത്രി ഏതാണെന്നറിയോ? ഇത് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ 15-ൻ്റെ രാത്രിയാണ്. ഈ രാത്രിയിൽ കൽബ് ഗോത്രക്കാരുടെ ആടുകളുടെ രോമത്തിൻ്റെ എണ്ണമനുസരിച്ച് നരകത്തിൽ നിന്ന് അള്ളാഹു ആളുകളെ മോചിപ്പിക്കുന്ന രാത്രിയാണ്. ഈ രാത്രിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടതാണ്. ഖുർആനിൻ്റെ അവതരണം വ്യത്യസ്ത രീതിയിലാണല്ലേ. അതായത് ലൈലത്തുൽ ഖദറിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ ഖുർആൻ ഭൂമിയിലേക്ക് ഇറക്കിയ സമയമാണ്, ആ രാത്രിയാണ്. എന്നാൽ ബറാഅത്ത് രാവിൽ പരിശുദ്ധ ഖുർആൻ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് അള്ളാഹു 1-ാം ആകാശത്തിലേക്ക് ഇറക്കിയതാണ്. അപ്പോൾ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് 1-ാമത്തെ ആകാശത്തിലേക്ക് ഖുർആൻ ഇറങ്ങിയത് ബറാഅത്ത് രാവിലാണ്. 1-ാമത്തെ ആകാശത്തിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഭൂമിയിലേക്ക് ഇറങ്ങിയത് ലൈലത്തുൽ ഖദറിലുമാണ്. അപ്പോൾ ഈ രാത്രി നമ്മൾ മാറണം, നമ്മൾ പുനർവിചിന്തനത്തിന് തയ്യാറാകണം. മനസ്സ് നിറഞ്ഞ അള്ളാഹുവിലേക്ക് കൈ ഉയർത്തിയിട്ട് റഹ്മത്തും മഗ്ഫിറത്തും ഒക്കെ മേടിച്ചെടുക്കണം. അവർക്കേ വിജയമുള്ളൂ, അവർക്ക് മാത്രമേ വിജയമുള്ളൂ. അപ്പോൾ നമ്മൾ നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല കേട്ടോ. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശഫാഅത്തിൻ്റെ പൂർണ്ണ അധികാരം അള്ളാഹു നൽകുന്നത് ഈ പരിശുദ്ധമായ രാത്രിയിലാണ്. ഷഫാഅത്തുൽ ഉളമ എന്ന് പറയുന്ന വലിയൊരു സ്ഥാനമുണ്ട് മുത്തുനബിക്ക്. നമ്മുടെ ഉമ്മ നമ്മളെ തിരിഞ്ഞു നോക്കൂല, ബാപ്പ തിരിഞ്ഞു നോക്കൂല. യൗമ യദ്ഉ ആദമും വൽ അംബിയാ നഫ്സി 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 നഫ്സിയാ യൗമ യദ്ഉ ഖൈറു ഖൽഖിൽ അംബിയാ ഉമ്മത്തി യാ ഉമ്മത്തി യാ ഖൗമിയാ. ആദം നബിയും മറ്റമ്പിയാക്കളൊക്കെ നഫ്സി നഫ്സി എന്ന് പറയുമ്പോൾ നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രം ഉമ്മത്തി ഉമ്മത്തി, എൻ്റെ സമുദായമേ എൻ്റെ സമുദായമേ. ആ നേതാവിൻ്റെ അനുയായികളാണ് നമ്മൾ. അങ്ങനെ ആകണ്ടേ. ആ മുത്തുനബിക്ക് ശഫാഅത്തുൽ ഉളമ എന്ന് പറയുന്ന ശഫാഅത്തിൻ്റെ വലിയ മേഖല അള്ളാഹു തുറന്നു കൊടുക്കുന്നത് ഈ പരിശുദ്ധമായ രാത്രിയിലാണ്. അള്ളാഹു നമുക്ക് അത് ആസ്വദിക്കാൻ തൗഫീക്ക് നൽകട്ടെ. അവിടുത്തെ ഷഫാഅത്തിൽ കരുണക്കടലായ റബ്ബ് നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പിന്നെ ഈ രാത്രി നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നല്ല ആത്മാക്കളൊക്കെ നമ്മുടെ വീടുകൾ സന്ദർശിക്കുന്ന നിമിഷം, അവർ നമ്മളെ നോക്കി നിൽക്കുന്ന നിമിഷം. അപ്പോൾ അവർക്ക് വേണ്ടിയൊക്കെ ഹദിയ ചെയ്യണം, അവർക്ക് വേണ്ടി നന്മകളൊക്കെ ചെയ്യണം. നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്കൊക്കെ ഹദിയ ചെയ്തിട്ട് ദുആ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ നന്മകളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. മരണപ്പെട്ടവരുടെ ബർസഖ് അള്ളാഹു നന്നാക്കി കൊടുക്കട്ടെ. അപ്പോൾ അവരുടെ ഖബറിൻ്റെ അടുക്കലേക്കൊക്കെ ഒന്ന് പോയി ദ്വാരക്കണം. പ്രത്യേകിച്ച് പുരുഷന്മാരോട് പറയാനുള്ളത്, നിങ്ങൾ അവരുടെ ഖബറിൻ്റെ അടുക്കലൊന്ന് ചെല്ലണം, സലാം പറയണം. അസ്സലാമു അലൈക്കും യാ അബി, അസ്സലാമു അലൈക്കും യാ ഉമ്മി. മനസ്സറിന് സലാം പറഞ്ഞിട്ട് അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യണം. അപ്പോൾ 2 റക്അത്ത് നിസ്കാരമെങ്കിലും ഈ ബറാഅത്ത് രാവിലെ നിസ്കരിക്കാതെ ഒരാളും മാറി നിൽക്കാൻ പാടില്ല. അള്ളാഹു മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ബറാഅത്തിൻ്റെ പുണ്യം ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ്? മഹാനായ അനസ് റളിയല്ലാഹുവിൻ്റെ പിതാവിൻ്റെ പേരെന്താണ്? മുത്തുനബിയുടെ ഖാദിമായ അനസ് ബിൻ മാലിക്കാണ്. മാലിക് എന്നാണ് പിതാവിൻ്റെ പേര്. എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. സിമ്പിളായ ഇന്നത്തെ ചോദ്യം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയർപ്പ് ഒരു വെള്ളിക്കുപ്പിയിലാക്കിയിട്ട് സൂക്ഷിച്ച ബറക്കത്തിന് ഉപയോഗിച്ചിരുന്ന ഒരു മഹദിയുണ്ട്. ആ മഹദിയുടെ പേരെന്താണ്? കമൻറ്റ് ചെയ്യുക. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അർഹമുർറാഹിമായ കരുണക്കടലായ റബ്ബേ, സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. നീ ഖായിബാക്കല്ലേ അല്ലാ. നീ തഴഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനൊരിടമില്ല അല്ലാ. പടച്ചവൻ ഒരുപാട് മുറാദുകൾ മനസ്സിലുണ്ട്. എല്ലാ മുറാദുകളും ഹാസിലാക്കണേ അല്ലാ. ബറാഅത്ത് ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. റിലീഫ് പദ്ധതിയിലേക്ക് ഹദിയ ചെയ്തവരുണ്ട്. മുറാദുകളെല്ലാം ഹാസിലാക്കണേ അല്ലാ. വിഷമതകളെല്ലാം നീക്കണേ അല്ലാ. പടച്ചവനെ തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. മാരക രോഗങ്ങളിൽ നിന്ന് കാവൽ നൽകണേ അല്ലാ. ഏത് മുറാദ് വെച്ചുകൊണ്ടാണോ ഈ സദസ്സിലിരിക്കുന്നത് ആ മുറാദുകളൊക്കെ ഹാസുലാക്കണേ അല്ലാ. മദീന കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ. പടച്ചവനെ ഈ സ്വബാഹുൽ ഖൈർ കുടുംബത്തെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്കും ഞങ്ങൾക്കെല്ലാവർക്കും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് നീ നൽകണേ അല്ലാ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.